പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ചരിത്ര പണ്ഡിതനും അധ്യാപകനും ചിത്രകാരനുമായ സാമുവൽ സാറാണ്. അദ്ദേഹം ചരിത്ര പണ്ഡിതനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചരിത്രത്തെപ്പറ്റി ചോദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, ആര്യന്മാരുടെ വരവോടെയാണല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഉണ്ടായത്. സർ, ആര്യന്മാരുടെ വരവോടെ കേരളത്തിൽ വലിയ വ്യതിയാനമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ തമ്പുരാൻ എന്ന് വിളിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്? ആരാണ് ഈ ബ്രാഹ്മണർ? എന്തുകൊണ്ടാണ് ഇവരെ തമ്പുരാൻ എന്ന് മറ്റുള്ളവർ വിളിക്കുന്നത്? ബ്രാഹ്മണർ ഇന്ത്യയിൽ വന്ന് ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയെന്നാണ് ആദരണീയനായ പതാലി തംസാർ ചോദിച്ചത്. ബ്രാഹ്മണരായിട്ടല്ല ഇന്ത്യയിലേക്ക് വന്നത്. ഒരു കൂട്ടം ആര്യന്മാര് ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. അവര് ബാബിലോണിൽ നിന്ന് ആരംഭിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്ത് ഇറാനിൽ വന്ന് അധികം നാൾ താമസിച്ചതിന് ശേഷം ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ വഴി ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അവിടെ ഇറാനിൽ താമസിച്ച സമയത്താണ് അവർക്ക് ആര്യൻ എന്നുള്ള പേരുണ്ടായത്. ഇറാൻ രാജ്യത്തിന്റെ ആദ്യത്തെ പേര് ആര്യൻ രാജ്യമെന്നാണ്. അങ്ങനെയാണ് അവർക്ക് ആ ആര്യൻ എന്നുള്ള പേര് സിദ്ധിച്ചത്. അതുമായിട്ടാണ് അവരിവിടെ വരുമ്പോൾ ഇന്ത്യയില് അതിമനോഹരമായ ഉത്കൃഷ്ടമായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം. ആര്യന്മാർ അവിടെ മുതൽ ആ സംസ്കാരത്തെ തകർത്തുകൊണ്ട് ആധിപത്യം സ്ഥാപിച്ച് മുമ്പോട്ട് വരികയായിരുന്നു. ആദ്യമായിട്ട് ഗംഗാ സമതല പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് അവര് ബ്രഹ്മവർദ്ധം എന്ന് പേര് വെച്ചു. പിന്നീട് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ആര്യവർദ്ധം എന്ന് പേര് വെച്ചു. അതിനുശേഷം അവർ തെക്കോട്ട് നീങ്ങി അവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. അംഗം, മംഗം, മഗധം, മാളവ്യം, കോസലം എന്നിങ്ങനെ പറയുന്ന രാജ്യങ്ങളെല്ലാം അവർ ഓരോന്നായിട്ട് പിടിച്ച് അവരുടെ കയ്യിലാക്കി. അങ്ങനെ അവർ തെക്കോട്ട് ജൈത്രയാത്ര ചെയ്ത് ഏതാണ്ട് 5-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ആര്യന്മാര് ഇവിടേക്ക് പതിയെ പതിയെ കടന്നു വന്നു തുടങ്ങി. 3-ാം നൂറ്റാണ്ടിൽ അവർ വരുന്നുണ്ട്. പക്ഷെ അവര് ഈ വഴിയോര കച്ചവടക്കാരായിട്ട് മുത്തുച്ചീപ്പി വിൽക്കുന്നവരായിട്ടൊക്കെയാണ് വന്നത്. വളരെ പാവങ്ങളായിട്ട്, നിത്യവൃത്തിക്ക് വകയില്ലാത്ത ആളുകളായിട്ടാണ് അവർ വന്നത്. അവരിവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കാനൊന്നും വന്നതല്ല. അവർക്ക് നിത്യവൃത്തിക്ക് വക കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് അവർ വരികയാണ് ഉണ്ടായത്. വരുന്ന സമയത്ത് ഇവിടെ ആദിചേരന്മാരുടെ ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. ആദിചേരന്മാരെന്ന് പറയുന്നത് അതിപുരാതന കാലം മുതൽ ഒരുപക്ഷെ ശങ്കരാലം വരെയുള്ള 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. ഇമയവരമ്പൻ, മേൽകൾ കുട്ടുവൻ, കടല് പുറകോട്ടിയ, ചേരജൻ, കുട്ടപ്പന ഇങ്ങനെ പറഞ്ഞിട്ട് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരിവിടെ വരുന്നത്. അവരിവിടെ വരുന്ന സമയത്ത് ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആര്യന്മാര് സാധാരണ രീതിയില് അവരൊരു കാരണവശാലും ഉന്നത കുലജാതരായിരുന്നില്ല. ഇവിടെ വരുമ്പോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരും അവരുടെ സാമന്തന്മാരായിട്ട് ഏതാണ്ട് 36 ഇല്ലങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരുമാണ് ഉന്നത കുലജാതരായിട്ടുള്ള ഉണ്ടായിരുന്നത്. 36 ഇല്ലങ്ങളിൽ ഇപ്പോ 4 ഇല്ലങ്ങള് അന്യാധീനമായി പോയി. ബാക്കി 32 ഇല്ലങ്ങളും ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഇല്ലങ്ങളുടേതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങള്. അതായത് ഇല്ലങ്ങളെന്ന് പറയുമ്പോൾ കുടുംബങ്ങളാണ്. ഓരോ കുടുംബത്തിനും അവരുടേതായ ജന്മങ്ങളുണ്ടായിരുന്നു. ജന്മം എന്ന് പറയുന്നത് അവരുടെ ക്ഷേത്രങ്ങള്, അതിനോടനുബന്ധിച്ചുള്ള വസ്തുവകൾ, ധാരാളം സ്വത്ത്, സ്വർണം, പണം എല്ലാം
ക്ഷേത്ര സംബന്ധമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഈ ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യവൃത്തിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നാണ്. നമ്മുടെ രാജാക്കന്മാർ പറയുന്നുണ്ട്, ഈ ബ്രാഹ്മണര് ഭിക്ഷ അയച്ചു വരികയാണെങ്കിൽ, നനഞ്ഞ കൈയോടുകൂടി വരികയാണെങ്കിൽ അവരുടെ കൈ നിറച്ച് വല്ലതും കൊടുക്കണം എന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പുറനാനൂറ് 367 പാട്ടിൽ 3-ാമത്തെയും 4-ാമത്തെയും ലൈനിൽ അത് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. ഒരു വരുന്ന ഒരു ഭാവങ്ങളാണ് എന്തെങ്കിലും കൊടുക്കുന്നത്. ആ മനുഷ്യരാണ് ഇവിടെ 12-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും അവരിവിടുത്തെ അധികാരികളായി ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അടിമകളായിട്ട് മാറിയ സംഭവം. അപ്പോൾ ഇവിടെ നിത്യവൃത്തിക്ക് വേണ്ടി ഭിക്ഷ യാചിച്ചും വഴിയോര കച്ചവടങ്ങൾ നടത്തിയും കടന്നു വന്ന മനുഷ്യര് ഏതാണ്ട് 6 നൂറ്റാണ്ട് കൊണ്ട് ഈ ദേശം മുഴുവൻ പിടിച്ചടക്കി ഇവിടുത്തെ അധികാരവും രാജവാഴ്ചയും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഇല്ലങ്ങളും വയലുകളും വസ്തുവകളും സർവവും പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ വസിച്ചിരുന്ന അടിസ്ഥാന ജനതയെ അടിമകളാക്കി മാറ്റി അവരെ വിൽക്കാനായിട്ട് തുടങ്ങുവാണ്. ഒരു പുരുഷന് 10 രൂപ വിലയ്ക്കാണ് വിറ്റത്. ഒരു കുഞ്ഞിനെ വിറ്റത് 50, ഇന്നത്തെ 50 പൈസ, 1/2 രൂപ. നാട് നീളെ അടിമച്ചന്തകളുണ്ട്. അതുപോലെ നിന്നാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനം. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ അടിമച്ചന്തകളാണ്. അടിമ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് കഴുത്ത ചങ്ങലയിട്ടിട്ട് അല്ലെങ്കിൽ നുകം വെച്ചിട്ട് തടി വെച്ച് കെട്ടിയിട്ട് പലരെയും ഒരു തടിക്കീഴ് പലരെയും നിരത്തി ഇങ്ങനെ തടി വെച്ച് തോളെ വെച്ച് കെട്ടി കൊണ്ടുപോയി വിറ്റിരുന്നത് അന്ന് ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ സാമന്തന്മാരും അവരുടെ വേണ്ടപ്പെട്ടവരുമായിരുന്നു. അത്ര വലിയൊരു മാറ്റമാണ് നാട്ടിന് വരുത്തിയത്. ആധിപത്യം സ്ഥാപിച്ചെടുത്തത് ഇതെങ്ങനെ സാധിച്ചു എന്നാണ്. ആര്യന്മാർ ആദ്യം ചെയ്തത് ഇവിടെ അധികാരം പിടിക്കാനുള്ള പ്രവർത്തനം മാത്രമായിരുന്നു. അവര് ആര്യന്മാർ സമാധാനപരമായിട്ട് ഇവിടെ വന്ന് അധികാരം പിടിച്ചെടുത്തില്ല. അവരിവിടെ വന്ന് അധികാരം പിടിച്ചെടുത്തതിന് അതിക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കൊലവിളിച്ച് തീ ജനിച്ച് കൊല്ലുക, ചവിട്ടിക്കൊല്ലുക, കഴുത്തുവെട്ടിക്കൊല്ലുക, ഇങ്ങനെയുള്ള ക്രൂരമർദ്ദനങ്ങളിൽ കൂടാണ് അവർ മുന്നേറിയത്. ആദ്യം ഒരു രാജ്യഭാരം പിടിക്കാനായിട്ടാണ് തുടങ്ങിയത്. ചേരമാൻ പെരുമാൾ AD 715 ഇവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം 100 വർഷക്കാലം അതാണ് നടന്നത്, പടവെട്ടാണ് നടന്നത്. അങ്ങനെ AD 825 ആയപ്പോഴേക്കും ചേര സാമ്രാജ്യത്തിന്റെ അധികാരം ചെങ്കോലും പടവാളും കിരീടവും ബ്രാഹ്മണന്റെ കയ്യിലായി. അങ്ങനെ അവർ അധികാരം പിടിച്ചു കഴിഞ്ഞു. അവർക്ക് കിട്ടിയത് കൊട്ടാരമാണ്. കൊട്ടാരം പിടിച്ചു കഴിഞ്ഞപ്പോൾ ശക്തിയായി, സ്വാധീനമായി. അവർക്ക് വളരെയധികം സ്വാധീനം 3 രീതിയിലാണ് മുന്നേറിയത്. 1 സാമൂഹ്യമായിട്ട്, 2 സാമ്പത്തികമായിട്ട്, 3 രാഷ്ട്രീയമായിട്ട്. സാമൂഹ്യമായിട്ട് അവർ മുന്നേറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും അവരുടെ കാൽ കീഴാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. അതിനവര് സാൻമാർഗിക നിയമങ്ങളെന്നാണ് പറഞ്ഞത്. സാൻമാർഗിക നിയമങ്ങളിൽ ഒന്ന് എല്ലാം പറയാൻ ഇപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണർക്ക്, നമുക്കത് പറയാൻ മടി തോന്നുന്ന ഒരു നിയമമാണ്. ബ്രാഹ്മണരുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിലെല്ലാ വീടിലും ഉണ്ടാവണം. ജനസമൂഹത്തിൽ ബ്രാഹ്മണരുടെ മക്കളുണ്ടാവണം. അതായിരുന്നു ആദ്യത്തെ നിയമം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇവിടെയുള്ള സ്ത്രീകളുടെ മേൽ മുഴുവൻ അവർക്ക് അധികാരം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നിയമങ്ങളുണ്ടാക്കി.
ഏത് സ്ത്രീയും ബ്രാഹ്മണന് വഴങ്ങണം എന്നുള്ള നിയമം ഉണ്ടായി. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഗോത്ര രാജാവ് വിളംബരം പുറപ്പെടുവിച്ചത് ബ്രാഹ്മണന് വഴങ്ങാത്ത സ്ത്രീകൾ ഇവിടെ ഉണ്ടെങ്കിൽ, അനുസരണം കെട്ട സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൊന്നുകളയണമെന്നാണ്. അത്ര കിരാതമായ നിയമം വെച്ചുകൊണ്ട് എല്ലാ വീട്ടിലും ബ്രാഹ്മണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ബ്രാഹ്മണ കയറി ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളെന്ന് അവർ താഴെത്തിയ വീടുകളിൽ അല്ലാത്ത എല്ലാ വീടുകളിലും അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബനാഥൻ വീട് വിട്ടു പോകണമായിരുന്നു. പിന്നെ ബ്രാഹ്മണൻ പോയി കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം അവർ നടത്തിയ കഥകളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന ഉപകരണം വരെ നാളും, അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് അവർ ചെയ്തത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പിടിക്കാനാണ്. ക്ഷേത്രങ്ങൾ അവരുടെ സ്വന്തമാക്കാൻ വേണ്ടിയാൽ ഉദ്ദേശിച്ചതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ വസ്തുവകകളും സ്വത്ത് മുഴുവൻ ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിച്ചതായിരുന്നു. ഒരില്ലം, ആ ഇല്ലത്തിന് കുറെ ക്ഷേത്രങ്ങള്, ആ ക്ഷേത്രങ്ങൾക്ക് ധാരാളം വസ്തുവകൾ. ഇതായിരുന്നു അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ. അപ്പോ അമ്പലം പിടിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രം കൈവശമാക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വസ്തുവകകളും സ്വത്ത് മുഴുവൻ ഇവരുടെ കൈവശം വരും. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ക്ഷേത്രങ്ങൾ ഓരോന്നായിട്ട് പിടിക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചു, ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ. ബ്രാഹ്മണർക്ക് ഇവിടെ ക്ഷേത്രം ഇല്ലായിരുന്നു, ഒരു ക്ഷേത്രം പോലും ബ്രാഹ്മണന്റേതായിട്ടില്ലായിരുന്നു. എന്നാൽ 9-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും സകല ക്ഷേത്രങ്ങളും ബ്രാഹ്മണരുടേതായി. അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്കാണ് അവരിത് കൊണ്ടുവന്നത്. ക്ഷേത്രങ്ങൾ പിടിച്ചത് എങ്ങനെ നോക്കാം. ക്ഷേത്രങ്ങൾ പിടിക്കുന്നതിന് അവര് യുദ്ധമൊന്നും നടത്തിയില്ല, ഫൈറ്റ് നടത്തിയില്ല, പടവെട്ട് നടത്തിയില്ല. അല്ലാതെയാണ് പിടിച്ചത്. അല്ലാതെ പിടിച്ചതിനാണ് ഷെപ്പേഡുകളും ശാസനങ്ങളും ശിലാലിഖിതങ്ങളും എഴുതി ഉടമസ്ഥനെ കൊണ്ട് ഒപ്പിടിച്ചു പിടിക്കുക. ഒരു നയ പൈസ കൊടുക്കാതെ ഏക്കർ കണക്കിന് ഭൂമിയും ക്ഷേത്രങ്ങളും ബ്രാഹ്മണന്റെ സ്വന്തമായി മാറിയ കഥയാണത്. ഒരു പൈസ പോലും കൊടുക്കാതെ ഏക്കർ കണക്കിന് ഭൂമി. ചങ്ങനാശ്ശേരിയിലെ എതിരൻ കൗരൻ എന്ന് പറയുന്ന ഒരു ജന്മി, അദ്ദേഹം കൊടുത്തത് 10,000 നിലമാണ് വരുന്ന അമ്പലത്തിൽ. അതുപോലെ വ്യക്തികൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന സകല വസ്തുവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു, ക്ഷേത്രത്തിന്റെ വകയെന്നായിരുന്നു. അത് ജന്മമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് മുഴുവൻ ഇവർ പിടിക്കുകയല്ല. പിടിച്ച മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർ പിടിച്ച ക്ഷേത്രത്തിൽ ഓരോ കമ്മിറ്റി ഉണ്ടാക്കി. ദേവസ്വം ബോർഡ്, ബ്രഹ്മസ്വം ബോർഡ്, ശ്രീകാര്യം എന്ന് പറഞ്ഞിട്ട് 3 കമ്മിറ്റികൾ. ഈ കമ്മിറ്റികൾ മുഴുവൻ ബ്രാഹ്മണരായിരുന്നു. അപ്പോ ക്ഷേത്രം കമ്മിറ്റിയുടെ പേരില്, വയലുകള് കമ്മിറ്റിയുടെ പേരില്. കുറെ കഴിഞ്ഞപ്പോൾ കമ്മിറ്റി അവർ പിരിച്ചുവിട്ട് ഇത് മുഴുവൻ അവരുടേതാക്കി. അങ്ങനെയാണ് അവരത് കൈവശം. അങ്ങനെ സമ്പത്ത് മുഴുവൻ അവരുടെ സ്വന്തമാക്കി മാറ്റി. ഭരണാധികാരിയും സ്വന്തമായി, സമ്പത്ത് അവരുടേതായി. അവർക്ക് ആധിപത്യമായി കഴിഞ്ഞപ്പോ ഇവിടുത്തെ ജനതതി മുഴുവൻ 12-ാം നൂറ്റാണ്ടിൽ നോക്കിയാൽ അധികാരിവർഗം ആര്യനും അടിമവർഗം ഈ അടിസ്ഥാന ജനതയുമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോ ഉന്നത ജാതരാണെന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്ന ധാരാളം പേരോടുണ്ട്. അവരാരും ഉന്നത കുലജാതരല്ല, ബ്രാഹ്മണരുടെ അടിമകളായിരുന്നു. പിന്നീട് ബ്രാഹ്മണർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യം നിലനിർത്താൻ വേണ്ടി ഉള്ള നിയമങ്ങൾ അവരുണ്ടാക്കുമായിരുന്നു. നിയമങ്ങൾ ഒരുപക്ഷെ അവരുടെ കുറെ വ്യവസ്ഥകൾ അവരുണ്ടാക്കി.
ഒന്നാമതായിട്ട് ചാതുർവർണ്ണെ ഉറപ്പിച്ചു നിർത്തി. ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ഏറ്റവും മേളിൽ, ക്ഷത്രിയൻ താഴെ, വൈശ്യൻ അതിന് താഴെ, ശൂദ്രൻ അതിന് താഴെ എന്നുള്ള ആ ശ്രേണി ഉണ്ടാക്കി വെച്ചു. ബ്രാഹ്മണന് ഒരുപക്ഷെങ്കില് ശൂദ്രന് ബ്രാഹ്മണനാകണമെന്ന് തോന്നിയാൽ ആകാമായിരുന്നു. അന്നത്തെ കാലത്ത് ആർക്കും ബ്രാഹ്മണരാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനവരെന്ത് ചെയ്തെന്നറിയാമോ? ഇത് ഉറപ്പിച്ചു നിർത്തുന്നതിന് ബ്രാഹ്മണർക്ക് അവരുടെ സ്ഥാനം തെറ്റാതിരിക്കാൻ വേണ്ടി അവര് നിർത്തിയ ഒരു പുരുഷനാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഋഗ്വേദത്തിന്റെ 10ാം സൂക്തത്തില് വിരാട് പുരുഷൻ എന്ന എന്റെ സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വ്യാസൻ വിരാട് പുരുഷനെ കുറിച്ച് എഴുതിയിരിക്കാൻ തരമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യാസൻ ആര്യനിൽപ്പെട്ട ആളല്ലായിരുന്നു. അപ്പോ 10ാം സൂക്തത്തില് ഋഗ്വേദത്തില് അവര് വ്യാസൻ എഴുതിയതിൽ ഉപരിയായിട്ട് ഇവർക്ക് ആധിപത്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് വിരാടപുരുഷൻ. വിരാടപുരുഷൻ എന്ന് പറഞ്ഞാൽ ചാതുർണ്യക്കാര് ഒരു പുരുഷനായിട്ട് സങ്കല്പിക്കുകയാണ്. പുരുഷന്റെ തല ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയര്, കാല് വൈശ്യര്, പാദം ശൂദ്രര്. ഇങ്ങനെ സാമൂഹിക വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം അവരെ പുനർജന്മത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തികമായിട്ടുള്ള നിയമങ്ങളുണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ പുനർജന്മം ഒരിക്കലും മാറാൻ പാടില്ല. ഈ പുനർജന്മത്തിൽ ജനിക്കുന്നവൻ, ഇപ്പൊ ശൂദ്രനായിട്ട് ജനിക്കുന്നവൻ ഒരിക്കലും ശൂദ്രനിൽ നിന്നും മാറാൻ പാടില്ല. ശൂദ്രൻ തലയുടെ സ്ഥാനത്തേക്ക്, പാദം തലയുടെ സ്ഥാനത്തേക്ക് വരാൻ സാധിക്കാത്തതുപോലെ ശൂദ്രൻ ബ്രാഹ്മണനാകാൻ സാധിക്കാത്ത സാഹചര്യം ആ വ്യവസ്ഥയിൽ കൂടെ ഉണ്ടാക്കി വെച്ച ഒരു ആധിപത്യം സ്ഥാപിച്ചു. ആ ആധിപത്യവും ആ അടിമ വ്യവസ്ഥയും ഇന്നും മാറിപ്പോയിട്ടില്ല. അവര് നമ്മുടെ മേൽ വെച്ച ആധിപത്യം, നമ്മുടെ മേൽ ചുമത്തിയ അടിമത്വം ഇന്നും മാറിപ്പോയിട്ടില്ല. അതിനെ വലിച്ചെറിയണമെന്നാണ് വേടൻ പാടിയത്. ഇനി ആ അടിമത്തം ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഈ വർഗത്തിനുണ്ടാകരുത് എന്നുള്ള താല്പര്യം യുവതലമുറയ്ക്ക് ഉണ്ടായെങ്കിൽ അതിന് ഒരു ശശികലയും എരിവ് പിടിക്കേണ്ട കാര്യമില്ല. ഒരു മതവും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. ഒരു പക്ഷെ അത് നടക്കും. 1000 ആണ്ടിന് ശേഷം അന്ന് അവരേറ്റി വെച്ച അടിമത്തം വലിച്ചെറിയാനായിട്ട് യുവതലമുറ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ളത് വലിയ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ. ബ്രാഹ്മണൻ എങ്ങനെയാണ് ഈ ജനതയുടെ തമ്പുരാക്കന്മാരായതെന്നതിന്റെ വിശദീകരണമാണ് സാമുവൽ സാർ തന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.